മഹാദൈവവും രക്ഷിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ഒരാശുകൂടെ ഈ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. JCNTST എന്ന ഗ്രൂപ്പിൽ കൂടെ, അതായത് യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ആ ഒരു ഒബ്ജക്റ്റീവോടെ ഞങ്ങളുടെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നു. പലരും ഞങ്ങളോട് കൂടെ ചേർന്ന് വരുന്നു. പലരും ഞങ്ങളുടെ വീഡിയോസിൽ വന്ന് നല്ലതും അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള കമൻറ്റും അവർ തരുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ ഈ അന്ത്യകാലത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഏത് തരത്തിലെ ഇൻഫർമേഷൻ സിസ്റ്റംസിൽ കൂടെയും ആദ്യം ഈ കഴിഞ്ഞ സെഞ്ച്വറിയിൽ ആദ്യം വന്ന അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സെഞ്ച്വറീസിൽ ഡെവലപ്പായി വന്ന അച്ചടി അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിൽ കൂടെ ആദ്യം ബൈബിൾ നമുക്ക് ലഭിക്കുകയും ഇന്ന് വന്നിട്ട് നമുക്ക് പല രീതിയിൽ ഓൺലൈൻ ഇൻഫർമേഷനിൽ കൂടെയും പലവിധമായ ടീച്ചേഴ്സ് യൂട്യൂബും പലവിധമായ വീഡിയോസിൽ കൂടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പല മാധ്യമങ്ങളിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് തിരക്കാൻ അല്ലെങ്കിൽ അന്വേഷിപ്പാൻ. നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പൂർണ്ണമായ സത്യമാണോ, അതോ നമ്മൾ വിശ്വസിച്ചത് നമ്മുടെ പിതാക്കന്മാർ, അതായത് നമ്മുടെ വിശ്വാസ പിതാക്കന്മാർ, അത് നമ്മുടെ സ്വന്തം മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ മേഖലയിൽ ഉള്ള പിതാക്കന്മാരാകാം, അവരിൽ നിന്നും ലഭിച്ച പുളിപ്പുള്ള ആ സന്ദേശമാണോ, ആ ഉപദേശമാണോ നമ്മൾ ലഭിച്ചിരിക്കുന്നത്, അതോ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന പുളിപ്പില്ലാത്ത മായം കലരാത്ത ഉപദേശമാണോ, അപ്പോസ്തോലന്മാർ ആദ്യം പഠിപ്പിച്ച ആ ഉപദേശം ആണോ നമ്മൾ കൈക്കൊണ്ടത് എന്ന് നമുക്ക് അന്വേഷിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് ഇത്. അങ്ങനെ ഒരു ശൃംഖലയിൽ തന്നെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം ഏറ്റവും അവസാനം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനായ യോഹന്നാന് നൽകിയ എഴുത്താകുന്നു. ആ എഴുത്തിൽ പല സഭകളെ എന്തൊക്കെ അറിയിക്കണം എന്നുള്ള കാര്യമാണ് ആ കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 95 AD എന്തൊക്കെ അന്നത്തെ സഭകൾക്ക് അറിയിച്ചു കൊടുക്കണം, അന്ന് വരെ അപ്പോസ്തോലന്മാർക്ക് ലഭിക്കാത്ത ആ സന്ദേശങ്ങൾ എന്തൊക്കെ അറിയിച്ചു കൊടുക്കണം, എന്നിട്ട് അത് അവസാനത്തെ സന്ദേശമായിരിക്കുമെന്നും ഇനിയും വരുവാൻ പോകുന്നത് കർത്താവിൻ്റെ, അതായത് യഹൂദൻ ആയ ശിഷ്യന്മാരുടെ കർത്താവിൻ്റെ തിരിച്ചുവരവിൻ്റെ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഒരു മനുഷ്യന് തൻ്റെ ബുദ്ധിയെ കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഭൂരിപക്ഷം ഇന്നത്തെ ഉപദേശങ്ങളും യേശു പറഞ്ഞു എന്ന് എഴുത്തിൽ വായിച്ച അക്ഷരം പ്രതി അത് വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന പല സഭകളാണ്. എന്നാൽ ഇവർ തമ്മിൽ അന്യോന്യം പലതരമായ വ്യത്യാസങ്ങൾ ഇന്ന് നമുക്ക് വിശ്വാസ മേഖലയിൽ കാണുവാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഉപദേശം, ശരിക്കും ഉള്ള ഉപദേശം അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് ആണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തോല പ്രവൃത്തിയും നമ്മൾ ഒരുമിച്ച് വായിച്ചാൽ നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം ആ ഒടുക്കലത്തെ അധ്യായം, അതായത് 24-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. അതുപോലെ പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിച്ചിട്ട് വേണം യെരുശലേമിൽ തുടങ്ങി മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുവാൻ. അതുതന്നെ തുടർ എഴുത്തായിട്ടാണ് ലൂക്കോസ് പിന്നെ അപ്പോസ്തോല പ്രവൃത്തി എന്ന്
ബൈബിളിൻ്റെ ക്രോഡീകരിച്ച വിദ്വാൻമാർ പിന്നെ അതിന് ചരിത്ര പുസ്തകം എന്ന പേര് ഉള്ള ഒരു രീതിയിൽ അതിനെ എഴുതിയത്. പക്ഷേ അത് നമുക്കറിയാം, 2 പുസ്തകങ്ങളും ഒരേ പുസ്തകമാണ്, 2 എഴുത്തുകളാണ്. രണ്ടാമത്തെ എഴുത്തെന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ആ എഴുത്തുകളിൽ കൂടെ അറിയിച്ച ഒന്ന് സുവിശേഷം എന്ന് പേര് വെച്ച ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പേര് വെച്ച അധ്യായവും ആ കത്തും, പിന്നെ അപ്പോസ്തല പ്രവൃത്തി എന്ന് പേര് വെച്ച ആ കത്തും അതിൻ്റെ 2ാം ഭാഗമായിരിക്കും. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് അറിയിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ അപ്പോസ്തോലന്മാർക്ക് പോലും പൂർണ്ണമായ സത്യം മനസ്സിലാവുന്നില്ല. അപ്പോസ്തോലന്മാർ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലാണ് മനസ്സിലാക്കിയത്. ആരാണ് യേശു എന്നുള്ള ആ യേശു പറഞ്ഞു തന്ന കാര്യങ്ങളിൻ്റെ അതിലും മുന്നോട്ടുള്ളതായി. അപ്പോൾ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകലതും നിങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ ഒരിക്കലും തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല. യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് യേശു തന്നെ പറയുന്നു, ഞാൻ നിങ്ങളോട് യുഗാന്ത്യം വരെ കൂടെയുണ്ട്. അപ്പോൾ അത് യേശു പറഞ്ഞ വാക്കാണ്. അപ്പോൾ അവരെ കൊണ്ട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കാൻ യേശു ചെയ്യത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ യേശുവിനെ അവിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക. വിശ്വസിക്കുകയാണെങ്കിൽ യേശു പറഞ്ഞത് സകലതും നമ്മൾ വിശ്വസിക്കണം. യേശു പറയുന്നത് മനസ്സിലാകത്തില്ല എന്നും അതിൻ്റെ പൂർണ്ണത വരുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമാണ് എന്നുള്ള കാര്യം യേശു വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും അവരത് വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുകയും അവരൊരിക്കലും പിന്നെ ആ ഒരു ഉപദേശ കാര്യങ്ങളിൽ സ്നാനത്തിൻ്റെ വിഷയത്തെ പറ്റി ആയാലും പല വിഷയങ്ങളെ പറ്റിയും അവർ തർക്കിക്കാതെ മുന്നോട്ട് പോയത്. പിന്നെ അവരിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ പോലും അവർ അന്യോന്യം അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ അവർ നിരക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് വചനത്തിൽ അറിയുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം, വെളിപ്പാട് പുസ്തകത്തിൽ ആരാണ് 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത്? പല വിദ്വാൻമാർ ഇതിനെപ്പറ്റി പറയുന്നെങ്കിലും ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ചിലയിടത്ത് യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പല ഉപദേശങ്ങൾ അതിനെപ്പറ്റി ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിക്കാം, ആരാണ് യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത്? അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മുടെ തൻ്റെ രക്തത്താൽ വിടുവിച്ച തൻ്റെ പിതാവായ ദൈവത്തിനു നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ എന്നേക്കും അവന് മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അപ്പോൾ ഈ വരുന്ന ആൾ മേഘാരൂഢനായാണ് വരുന്നത്. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവരെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ. അപ്പോൾ ഈ വാക്യങ്ങളിൽ പറയുന്നത്, ആദ്യം അവിടെ പറയുന്നു, നമ്മളെ തൻ്റെ രക്തത്താൽ വിടുവിച്ച തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവനും എന്നേക്കും മഹത്വവും ബലവും. അപ്പോൾ രക്തത്താൽ വിടുവിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ ആണ് എന്ന് നമ്മളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നു. പക്ഷെ ഇതാരാണ് ഇവിടെ വരുന്നത്? ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ
ആരെപ്പറ്റി ഇത് പറയുന്നു, ആ അദ്ദേഹം ഇവിടെ മേഘാരൂഢനായാണ് വരുന്നത്. അവൻ കുത്തിത്തുളയ്ക്കപ്പെട്ടവനാണ്. നമുക്കറിയാം, കുത്തിത്തുളയ്ക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഒരു ജഡമുണ്ടായിരിക്കണം. ആ ജഡത്തിൽ മാംസവും രക്തവും ഉണ്ടായിരിക്കണം. എന്നാലേ ഒരാൾക്ക് കുത്തിത്തുളയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് ഏകപുത്രനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്നവൻ ഏകപുത്രൻ ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ട്രാൻസ്ലേഷനിലൊരു വ്യത്യാസമുള്ളത്. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, അതായത് ആദ്യനും അന്ത്യനുമാകുന്നു. ഇത് യേശു തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ വേറെ സ്ഥലത്ത് തന്നെ പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന ആദ്യനും അന്ത്യനുമായവൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തിയുള്ള ദൈവമാകുന്നു. പക്ഷെ ഇവിടെ ഒരു ഇരിക്കുന്നവനും ഇരുന്നവനും എന്നുള്ള വാക്യം, ആ തർജിമ, അത് കറക്റ്റായിട്ടുള്ള തർജിമ അല്ല എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. അത് വെച്ച് പലരും പല രീതിയിലുള്ള പഠിപ്പിക്കൽ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും അതിനകത്ത് ഒറിജിനൽ ട്രാൻസ്ലേഷനകത്ത് നമ്മൾ എന്തുവാണ് കാണുന്നത്? അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ വരുന്ന ആളുടെ ഹി വാസ് പിയേഴ്സ്ഡ്, അല്ലെങ്കിൽ അവൻ കുത്തിത്തുളയ്ക്കപ്പെട്ടു. പിന്നെ എല്ലാവരും അവനെക്കുറിച്ച് ഓർത്തു വിലപിക്കുമെന്ന് പറയുന്നു. അതും കറക്റ്റാണ്. ഇവിടെ വരുന്നവൻ അൽഫ ആൻഡ് ഒമേഗ ആണ്, ബിഗിനിങ് ആൻഡ് എൻഡ് ആണ്, ആദ്യനും അന്ത്യനും ആകുന്നു. അപ്പോൾ ഈ ആദ്യനും അന്ത്യനും വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ടോ എന്ന് നമുക്ക് പിന്നെ കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് വന്നവനും ആയവനും, അല്ലെങ്കിൽ ഇരിക്കുന്നവനും ഇരുന്നവനും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്താകുന്നു? ഹൂ വാസ് ആൻഡ് ഹൂ ഈസ് കമ്മിങ്. അതായത് അവൻ വരുവാനിരുന്നവനും അവൻ ഇനി വരുവാനിരിക്കുന്നവനുമാകുന്നു. അപ്പോൾ അവൻ കുത്തിത്തുളയ്ക്കപ്പെട്ടവനാണ്, അവൻ വരുവാനിരുന്നവനാണ്, അവൻ ഇനിയും വരുവാനുള്ളവനാണ്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഇനി വരുവാനുള്ളത് ക്രിസ്തുവാണ്. ഇപ്പോൾ മുമ്പേ വന്നിരിക്കുന്നത് ആരാകുന്നു? അവൻ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് തുളയ്ക്കപ്പെട്ടവൻ എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അവനാണ് വരുവാൻ ഇരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നു, ഈ വെളിപ്പാട് കിട്ടിയിരിക്കുന്നത് യഹൂദനായ യോഹന്നാനാണ്. ഈ വെളിപ്പാട് കിട്ടിയിരിക്കുന്നത് അന്ന് ഗ്രീക്കിലാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഈ വെളിപ്പാട് ലഭിച്ചത് യഹൂദൻ ആയ യോഹന്നാൻ ആണ്. യോഹന്നാനെ സംബന്ധിച്ചോളം ആരെങ്കിലും വരുവാനിരുന്നോ? അപ്പോൾ നമ്മൾ കാണേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി പ്രവചിച്ച പ്രവാചകന്മാർ. കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യവും 44 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എന്നെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. ആര് നീക്കിക്കളയും? യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ദ സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. യഹോവയാണ് അരുളി ചെയ്യുന്നത്. യഹോവയാണ് മരണത്തെ നീക്കിക്കളയുവാൻ പോകുന്നത്. യഹോവയായ കർത്താവാണ് സകല മുഖത്തിൽ നിന്നും കണ്ണുനീര് തുടയ്ക്കുവാൻ പോകുന്നത്. പക്ഷേ ആ നാളിൽ രക്ഷിക്കുവാൻ വരുമ്പോൾ യഹൂദൻ പറയും, യഹൂദനായ യെശയ്യാവ് പറയുന്നു, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നമ്മൾ കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവനാണ് വന്ന് രക്ഷിക്കുവാൻ പോകുന്നത്, അവൻ തന്നെ
യഹോവ. രക്ഷിക്കുവാൻ വരുന്നവൻ തന്നെയാണ് യഹോവ. അവനെ അത്രയാ നമ്മൾ കാത്തിരുന്നത്. അപ്പോൾ വരുവാൻ വേണ്ടി യഹൂദൻ കാത്തിരുന്നത് യഹോവയെയാണ്. യഹോവയാണ് വന്ന് രക്ഷിക്കുവാൻ പോകുന്നത്. ഇവൻ തന്നെ യഹോവ. ഇവൻ വന്ന് നമ്മളെ രക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ വരും എന്നുള്ള കാര്യം അവിടെ നമ്മൾ വ്യക്തമായിട്ട് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ കാണുന്നു. അവനെ അത്രേ നാം കാത്തിരുന്നത്. അവൻ വരും, അവൻ വന്ന് നമ്മളെ രക്ഷിക്കും, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്ന് അവർ പറയും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും നല്ല വാക്യങ്ങൾ, ഇത്രയും നല്ല വചനങ്ങൾ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. പിന്നെ നമ്മൾ കാണുന്നു, ഇതാ യെശയ്യാവിൻ്റെ പുസ്തകം അതിൽ തന്നെ 40-ാമത്തെ അധ്യായം, ഇതിന് മുമ്പേ പറഞ്ഞത് 25-ാമത്തെ അധ്യായത്തിലുള്ള വാക്യങ്ങളായിരുന്നു. 25-ന്റെ 8ഉം 9ഉമാണ് ഇതിനു മുമ്പേ ഞാൻ സംസാരിച്ചത്. ഇവിടെ 40-ന്റെ 10-ാമത്തെ വാക്യത്തിൽ യഹോവയായി പറയുന്നു, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവൻ വരും, അവനെ കാത്തിരുന്ന യഹൂദൻ അവൻ വരുമെന്ന് വിശ്വസിച്ചു. അവന് വരും എന്ന് ഉള്ള ഉറപ്പ് കൊടുത്തത് യഹോവ തൻ്റെ വചനത്തിൽ കൂടെയായിരുന്നു. ഞാൻ വരുമെന്നും എൻ്റെ ഭുജം, എൻ്റെ വലതുഭുജം വേണ്ടി അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യും. ആരാണ് ആ ഭുജം? പ്രത്യക്ഷനായ ഏകപുത്രനാണ് ആ വലതുഭുജം. കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ ഞാൻ തന്നെ നല്ല ഇടയൻ എന്ന് പറഞ്ഞ് അവൻ തൻ്റെ ആട്ടിൻ കൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ആടും ആട്ടിൻകൂട്ടമായ തള്ളകളും. അപ്പോൾ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. യഹോവയായ കർത്താവ് വന്ന് രക്ഷിക്കുമ്പോൾ ഇതാ നമ്മുടെ യഹോവ, ഇവൻ തന്നെയാണ് നമ്മൾ കാത്തിരുന്നത്, ഇവൻ തന്നെ വന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ വലിയ കാത്തിരിപ്പോടെ ഇരുന്ന യഹൂദന് വേറെ ആരുമല്ല കർത്താവ്. അവൻ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. അത് യഹോവയായ കർത്താവാണ്. അവനാണ് സർവശക്തനായ ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായി, പക്ഷേ യഹോവ എന്ന നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല. സർവശക്തനായ ദൈവം ആയിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രത്യക്ഷത എങ്ങനെ, ഏത് രീതിയിലുള്ള പ്രത്യക്ഷതയാകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നവൻ, അവിടെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ പറഞ്ഞതുപോലെ അവൻ വരുവാൻ ഇരുന്നവനായിരുന്നു. അവനു വേണ്ടി യഹൂദജനം കാത്തിരിക്കുകയായിരുന്നു. അവൻ വന്ന് നമ്മളെ രക്ഷിക്കുമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞത്. ആ പ്രവാചകന്മാരെ യഹൂദന്മാർ കൊന്നുകളഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അവരുടെ വചനങ്ങളെ അവർ കൈക്കൊണ്ടില്ല പൂർണ്ണമായി എന്ന് നമ്മൾക്കറിയാം. പക്ഷേ അവർ കാത്തിരുന്ന മശിഹ അത് വേറെ ആരുമല്ല, സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യപുത്രൻ തന്നെ ആകുന്നു എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഒരു മനുഷ്യപുത്രൻ വരുമെന്നും ദാനിയേലിൻ്റെ പ്രവചനം 7-ാമത്തെ അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, അവൻ സകല ദേശങ്ങളുടെയും ആരാധന അവന് ലഭിക്കും. വേറെ ദേവന്മാരെ ആരാധിച്ചാലും യഹൂദൻ ആരാധിക്കുന്നത് എപ്പോഴും ഏക ദൈവമായ കർത്താവിനെ മാത്രമായിരിക്കും. പക്ഷേ അവിടെ പറയുന്നു അവന് സകല ദേശത്തിൻ്റെയും ആരാധന ലഭിക്കും എന്ന് പറയുമ്പോൾ സകല ദേശത്തിലും അവനെ ആരാധിക്കുന്നവർ ഇന്ന് ഉണ്ട്. അവൻ മനുഷ്യപുത്രനായി വിളിക്കപ്പെടുന്നു, സ്വർഗത്തിലെ മനുഷ്യപുത്രൻ ആയി വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും എന്ന് പറയുന്നത് വരുവാൻ ഇരുന്നവനും വന്നവനും എന്നാണ് അവിടെ ശരിക്കും വരേണ്ടിയ ആ അർത്ഥം. അപ്പം വരുന്നവനുമായി എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്.
ഇരിക്കുന്നവനും ഇരുന്നവനും എന്ന് പറയുമ്പോൾ അവൻ വരുവാനിരുന്നവനും ഇനി വരുവാനിരിക്കുന്നവനും എന്നാണ് ഒറിജിനലിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇംഗ്ലീഷിനകത്ത് അത് ഹൂ വാസ് ആൻഡ് ഹൂ ഈസ് ആൻഡ് ഹൂ ഈസ് ടു കം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ തന്നെയാണ് വരുവാനിരുന്നവനും, അവൻ തന്നെയാണ് വന്നതും, അവൻ തന്നെയാണ് ഇനി വരുവാനിരിക്കുന്നവനും. ഇവൻ തന്നെ നമ്മളെ രക്ഷിക്കുവാൻ വരുന്ന, ഇവൻ തന്നെ യഹോവ എന്ന് 25-ാമത്തെ യെശയ്യാവിൻ്റെ ആ ഒരു വെളിപ്പാട് 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം. യഹൂദന് ഒരു ദൈവം മാത്രം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന യോഹന്നാൻ ആണ് ഇവിടെ കാണുന്നത്. അവൻ വരുവാൻ ഇരുന്നവനാണ്, അവൻ വരുന്നവനുമാണ്, അവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇവിടെ സംസാരിക്കുന്നവൻ ആരാകുന്നു? അവൻ മേഘാരൂഢനായി വരുന്നതായി ആ ഒരു വിഷനിൽ അവിടെ യോഹന്നാൻ കാണുന്നു. ആ വിഷനിൽ യോഹന്നാൻ കാണുന്നത് കാരണം ആരാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നത് സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് അവിടെ അരുളി ചെയ്യുന്നത്. ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, എന്തും ദൈവവചനത്തിൽ ഉണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ വെളിപ്പാടിൽ കൂടെ അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അന്ന് ഈ ഒരു വിഷൻ കാണുന്നത്, യോഹന്നാൻ കാണുന്നത്, അവൻ ആത്മവിവശനായി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ കാണുന്നത് കണ്ണിൽ കൂടെയല്ല, ആത്മാവിൽ കൂടെയാണ് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ അവിടെ പറയുന്നു. ആരാണ് എന്നോട് സംസാരിച്ചത്? ഈ ശബ്ദം ആരുടേതാണ്? ആ പറയുന്ന ശബ്ദം ആരുടേതാണ്? ആ ശബ്ദം ആരാണ് അവിടെ അരുളി ചെയ്യുന്നത്? സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് അവിടെ അരുളി ചെയ്യുന്നത്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ആരാണ് ആ സംസാരിച്ചത് എന്ന്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊൻവിളക്കുള്ള നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. ആരാണ് മനുഷ്യപുത്രൻ സദൃശ്യനായവൻ? സ്വർഗത്തിലിരിക്കുന്ന ഏകനായ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാകുന്നു? അത് നമുക്ക് ഇനി അടുത്ത വചനത്തിൽ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ആരാണ് ഈ മനുഷ്യപുത്രൻ, സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന മനുഷ്യപുത്രൻ. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് യെശയ്യാവ് തന്നെയാണ്. 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ്, അതായത് യഹോവയായ ദൈവം. അപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അവിടെ അപ്പോൾ കാണുന്നത് വസ്ത്രമിട്ട ഒരു മനുഷ്യപുത്രനോട് സമനായ ഒരുത്തൻ ആണ് അവിടെ കാണപ്പെടുന്നത്. അവിടെ ആരെയാണ് കണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട്, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് 12-ാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനം തിരികെയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അപ്പോൾ യെശയ്യാവ് ഈ മനുഷ്യപുത്രനെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യപുത്രൻ യേശു തന്നെയാണ് എന്ന് യേശു യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ വാക്യത്തിൽ സ്ഥിരീകരിക്കുന്നു. അവൻ മനുഷ്യപുത്രനോട് സമനായത് ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവിടെ കാണുന്നു. അപ്പോൾ ആരെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ
ഈ യോഹന്നാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് മനുഷ്യപുത്രനോട് സമനായവനാണ്, സദൃശ്യനായവനാണ്. അവൻ ആദ്യനും അന്ത്യനുമായിരിക്കുന്നവനാണ്. അവൻ സർവശക്തനായ ദൈവം, സർവശക്തിയുള്ള ദൈവമാണ്. അവൻ തുളയ്ക്കപ്പെട്ടവനാണ്. അവനെ കണ്ട് ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും വിലപിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വേറെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നോ ഇങ്ങനെ വിലപിക്കുന്ന ഒരു സീൻ എന്ന് നമുക്ക് വചനത്തിൽ ഒന്ന് നോക്കാം. വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രവാചകന്മാർ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ കാണുവാൻ പോകുന്നത് സക്കറിയാവിൻ്റെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ ഇവിടെ നമ്മൾ കാണുന്നു പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു യഹോവയുടെ അരുളപ്പാട്. സംഖ്യാപുസ്തകം 23:19 പറയുന്നു, ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. പക്ഷെ ദൈവത്തിന് മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇടുവാൻ സാധിക്കും. അത് ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാരിലായിരുന്നു എന്ന് ഹെബ്രായർക്ക് എഴുതിയ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു. പക്ഷേ ഈ അന്ത്യകാലത്തിൽ ഏകജാതൻ, അതായത് മോനോജീൻസ് ആയ ഈ പുത്രൻ, അതായത് യഹോവ തന്നെ വരുന്നു, യഹോവ തന്നെ വന്ന് എന്നെ രക്ഷിക്കുമെന്നുള്ള ആ മനുഷ്യൻ ആയ യേശുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച് ആ വന്ന് ചെയ്ത വേലയെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. ഇവിടെ സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ ആരാണ് സംസാരിക്കുന്നത്? ഇത് യഹോവയാണ് സംസാരിക്കുന്നത്. അവൻ അവിടെ നമ്മൾ വ്യക്തമായിട്ട് 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ, അന്നാളിൽ ഞാൻ യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെ യാചനകളുടെയും ആത്മാവിനെയും പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഇവിടെ ഒരു ഇംഗ്ലീഷ് നമ്മൾ പരിഭാഷയിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കിങ് ജെയിംസ് വെർഷനിൽ നമ്മൾ ഈ ഒരു വചനം തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ they will look on me the one they have pierced എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ആ വാക്യത്തിൽ കണ്ടു, അവിടെ ആരാണ് സംസാരിക്കുന്നത്? അവിടെ സംസാരിക്കുന്നത് അവിടെ യഹോവയായ ദൈവം തന്നെയാണ്. അപ്പോൾ കുത്തിത്തുളച്ചവനെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. നമ്മൾ കിങ് ജെയിംസ് വെർഷനിൽ അവിടെ പോയി നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആൻഡ് ദേ വിൽ pour upon the inhabitants of Jerusalem the spirit of grace and of supplication, and they will look upon me. ആരുടെ മേളിലാണ് അവർ നോക്കുവാൻ പോകുന്നത്? അവർ നോക്കുവാൻ പോകുന്നത് എൻ്റെ മേളിലാണ് അവർ നോക്കുവാൻ പോകുന്നത്. ആരാണ് ഇവിടെ അരുളി ചെയ്യുന്നത്? അത് യഹോവയായ ദൈവം തന്നെയാണ് ഇവിടെ അരുളി ചെയ്യുന്നത്. ആ യഹോവയായ ദൈവം ഒരു മനുഷ്യൻ്റെ വേഷത്തിൽ വന്നപ്പോൾ, പുത്രൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിയിൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ, ആത്മാവായ ദൈവം, സകലത്തിലും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ആ ഒരു ശരീരത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേല ചെയ്തപ്പോൾ സകല മനുഷ്യരിലും തൻ്റെ ആത്മാവിനെ പകരുന്ന ദൈവം, യഹോവയായ ദൈവം, ആ ദൈവം പിതാവ് എന്ന നിലയിൽ ആ ഒരു ഏകപുത്രനിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ, രക്ഷയുടെ വേലയെ ചെയ്തപ്പോൾ ഈ വചനങ്ങൾ എല്ലാം സത്യമായി തീർന്നു. ഇവൻ തന്നെ വന്ന് നമ്മളെ രക്ഷിക്കും. ഇതാ അവൻ തന്നെ യഹോവ. വേറെ ആരുമല്ല നമ്മളെ വന്ന് രക്ഷിക്കുന്നത്, അത് യഹോവയായ ദൈവം തന്നെയാണ്. അവൻ തന്നെയാണ് തുളയ്ക്കപ്പെട്ടവൻ. അവന് തന്നെയാണ് ഒരു ശരീരമെടുത്ത്, ഒരു ജഡമെടുത്ത് ഏകപുത്രൻ എന്ന പദവി ആ ശരീരത്തിന് കൊടുത്തിട്ട്, ആ പദവിയിൽ, ആ ശരീരത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവൻ, നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടവൻ വേറെ ആരുമല്ല. അവർ എങ്കിലേക്ക് നോക്കും? അവർ തുളച്ചവരെ അവൻ നോക്കും എന്ന് വളരെ വ്യക്തമായിട്ട്
പ്രവാചകനിൽ കൂടെ ദൈവം പറയുന്നു. പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അതുകൊണ്ടാണ് ഇവിടെ തുളയ്ക്കപ്പെട്ടവനായി, ഇവിടെ ആദ്യനും അന്ത്യനുമുള്ളവൻ, ആദ്യനും അന്ത്യനുമായവൻ, അവൻ സർവശക്തിയുള്ള ദൈവം എന്ന് പറയുമ്പോൾ, ഓൾമൈറ്റി എന്ന് പറയുമ്പോൾ അവൻ്റെ മേളിൽ ആരും ഇല്ല. അവന് സകല ശക്തിയുള്ളവൻ, അല്ലെങ്കിൽ പെൻതോക്രാത്തോർ എന്ന് പറയുന്നത്, അവന് മുകളിൽ ആരുമില്ല, അവനെക്കാട്ടിൽ മൈറ്റി ആയിട്ടുള്ളവൻ ആരുമില്ല. അവൻ സർവശക്തിയുള്ളവനാണ്, അവന് മുകളിൽ ആരുമില്ല. അവൻ തന്നെ യഹോവ, അവൻ തന്നെ ദൈവം, അവൻ നമ്മളെ വന്ന് രക്ഷിക്കും എന്ന് പ്രവാചകന്മാർ പറഞ്ഞവൻ, അവൻ തന്നെയാണ് വരുവാനിരുന്നവൻ, അവൻ തന്നെയാണ് വന്നവൻ, അവൻ തന്നെയാണ് ഇനി വരുവാനിരിക്കുന്നവനും, വേറെ ആരുമല്ല. അത് സർവശക്തിയുള്ള ദൈവമായ യഹോവ തന്നെയാണ്. യഹൂദൻ കാത്തിരുന്ന യഹോവയായ ദൈവം തന്നെയാണ് വന്ന് രക്ഷിച്ചത്. പുത്രൻ എന്ന നിലയിൽ അവൻ അയക്കപ്പെട്ടവൻ എന്ന് പറയും. അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഒരു വചനം പറയുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, യോഹന്നാൻ എന്ന് പേർ. ഈ ദൈവം ഒരു മനുഷ്യനെ അയക്കുമ്പോൾ, അവനിൽ ആത്മാവ് നൽകി അയക്കുമ്പോൾ, അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ ഒരു UPSലോ അല്ലെങ്കിൽ ഫെഡെക്സിലോ പാർസലി എന്ന പോലെ അവിടെ സ്വർഗത്തിൽ നിന്നും അങ്ങ് വിടുകയല്ല. സകല മനുഷ്യരിലും തൻ്റെ ആത്മാവിനെ പകരുന്നവൻ, വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ആ ജഡത്തിൽ തൻ്റെ ആത്മാവിനെ അയച്ച് തൻ്റെ വചനം അവനിൽ കൂടെ സംസാരിച്ച ആ വചനമായ ദൈവം, ആ ആത്മാവായ ദൈവം, ആ ദൈവം തന്നെ ഒരു ശരീരമെടുത്ത് തൻ്റെ ദേഹത്തെ തുളയ്ക്കുകയും തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ യാഗം കഴിക്കുകയും ചെയ്ത ആ ഏകപുത്രനിൽ വിശ്വസിക്കുമ്പോൾ, അവൻ തന്നെ യഹോവ എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം 19 മുതൽ ഉള്ള വാക്യങ്ങൾ ഈ കിങ് ജെയിംസ് വെർഷനിൽ പോയി വായിക്കുക. വേർ ഈസ് തൈ ഫാദർ എന്ന് പറഞ്ഞപ്പോൾ, ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹീ, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. നിങ്ങൾ ഞാൻ തന്നെ അവൻ, ഇവൻ തന്നെ യഹോവ നമ്മളെ വന്ന് രക്ഷിക്കും എന്ന് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ, യശയാവ് അവനെ തന്നെ അവൻ്റെ മഹത്വത്തിൽ കണ്ടു എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ, യോഹന്നാൻ മഹത്വത്തിൽ കണ്ടപ്പോൾ അവൻ മരിച്ചവരെ പോലെ അവൻ അവിടെ വീണു എന്ന് പറഞ്ഞു. അവനെ കാണുവാൻ വേണ്ടി അവൻ നോക്കിയപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. മോശയോട് നീ എൻ്റെ മുഖം കണ്ടാൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഇവിടെ അവനിൽ പ്രത്യക്ഷപ്പെട്ടത്. മരിച്ചവനെ പോലെ യോഹന്നാൻ വീഴുകയും അവൻ്റെ മേൽ കൈവച്ചപ്പോൾ പിന്നെയും അവൻ എണീക്കുകയും ചെയ്യുന്നതായി അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആദ്യനും അന്ത്യനുമായ ദൈവം തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്, വേറെ ആരുമില്ല. പക്ഷെ അവൻ തന്നെ ഒരു ജഡമെടുത്ത് വന്ന് നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടവനാണ്. ആ ജഡത്തിൻ്റെ പദവിയാണ് ഏകപുത്രൻ എന്ന പദവി. ഇതുപോലെ വേറെ ഒരു പുത്രൻ ഇല്ല. അവനിൽ യഹോവയുടെ ആത്മാവിൻ്റെ ആവാസം എന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവിൻ്റെ ആവാസം. സകല മനുഷ്യരുടെയും ആ വചനം ജഡമെടുത്തു വന്ന ആ മനുഷ്യൻ്റെയും അകത്ത് ആത്മാവിനെ നൽകുന്ന ഏക സത്യ ദൈവം. ആ ദൈവത്തിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയാണ് ആത്മവിവശനായി യോഹന്നാൻ ഇവിടെ കാണുന്നത്. വേറെ ആരുമല്ല, ആ ഒരേ ദൈവം തന്നെ, യഹൂദൻ്റെ ദൈവമായ കർത്താവ്, യഹോവയായ കർത്താവ്. അത് തന്നെയാണ് യേശു മശിഹ എന്ന രക്ഷയുടെ നാമത്തിൽ വെളിപ്പെട്ട ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷത. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, വേറെ ഒരുത്തനുമില്ല, വേറെ ആരിലും രക്ഷയില്ല,
ഭൂമിയുടെ മേളിലും സ്വർഗത്തിൻ്റെ താഴെയും ഭൂമിയുടെ അടിയിലും വേറെ ഒരു നാമവും ഇല്ല. ആ നാമത്തിൽ വിശ്വസിച്ചില്ല എങ്കിൽ, ആ നാമം തന്നെ പിതാവിൻ്റെ നാമം, ആ നാമം ധരിച്ചുകൊണ്ടാണ് പുത്രൻ ഈ ലോകത്തിൽ വന്നതെന്നും, അത് തന്നെ ആ നാമത്തിൽ തന്നെ സ്നാനമേൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നതും എന്നും, ആ നാമത്തെ അങ്ങനെ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്നും വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പാപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് തൻ്റെ ആത്മാവ് ധരിച്ച് സത്യദൈവത്തിൻ്റെ ആ വലിയ സത്യം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഇന്ന് ഈ മെസ്സേജിൽ ജോയിൻ ചെയ്തതിന് നന്ദി. ഈ വലിയ വെളിപ്പാടുകൾ ഈ അടിയന് നൽകിയ കർത്താവായ ദൈവമായ നിത്യപിതാവായ യേശു മശിഹായ്ക്ക് സകല മഹത്വവും കയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജിനെ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.